ഗായത്രി, ഇപ്പോൾ സിനിമാ സംഘടനകൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചത് നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെയുള്ള ഒരു ശബ്ദമാണ്. സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവാണ് ചോദിച്ചത്, എന്തുകൊണ്ട് സംഘടനകൾ മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുമ്പോൾ എന്താണ്, എല്ലാവരും പ്രതികളാവുകയാണ്, എല്ലാവരും പ്രതികളായി സംശയിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇതിലൊരു പ്രതികരണം വേണമല്ലോ. റിപ്പോർട്ടിൽ ഗൗരവത്തിലുള്ള വിഷയമാണ്, അതിലൊരു പ്രതികരണം വേണം. ഞാൻ വിചാരിക്കുന്നത് ഗായത്രി AMMA സംഘടനയുടെ പ്രതിനിധിയാണ് എന്ന്, അതിൽ അംഗമാണ് എന്നാണ്, അല്ലേ? സംഘടന അംഗമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് സംഘടന പ്രതികരിക്കുന്നില്ല? അംഗമല്ല. അല്ല, ഓക്കെ. ഞാൻ അമ്മയുടെ അംഗമല്ല, AMMയുടെ അംഗമല്ല. AMMയുടെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഡോക്ടർ അരുണിന്റെ ഡിബേറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അമ്മയുടെ അംഗത്വം 95 അസോസിയേഷൻ തുടങ്ങിയ അതേ വർഷം തന്നെ അംഗത്വം റിസൈൻ ചെയ്ത ആളാണ് ഞാൻ. അംഗത്വം എടുക്കുകയും റിസൈൻ ചെയ്യുകയും ചെയ്ത ആളാണ്. കാരണം ആ അസോസിയേഷൻ അന്ന് തന്നെ കൂടെ നിൽക്കുന്നവരുടെ അവകാശ സംരക്ഷണത്തിനോ വെൽഫെയറിനോ ഉതകുന്ന രീതിയിലല്ല, പകരം പ്രൊഡ്യൂസറും സിനിമയിൽ സ്വാധീനമുള്ളവരുടെയും ഭാഗത്ത് നിൽക്കുന്ന ഒരു നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ മെമ്പർഷിപ്പ് ഞാൻ രാജിവെച്ചതെന്ന് ഞാൻ ക്ലിയറായി പറഞ്ഞു. പിന്നീട് ഇന്ന് വരെ ഞാൻ അതിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുകയോ മെമ്പർഷിപ്പിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. നിലവിൽ ഞാൻ അമ്മയുടെ മെമ്പറുമല്ല, അമ്മയുടെ ഒരു ആക്ടിവിറ്റീസിലും ഉണ്ടായിട്ടുമില്ല. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ ഈ ഒരു വിഷയം കേരളത്തിൻ്റെ പൊതുവായ സാംസ്കാരിക മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു ജനപ്രിയ മാധ്യമത്തിൻ്റെ വിഷയമാണ്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ചർച്ച തുടങ്ങുന്ന സമയത്ത് ഞാൻ വളരെ വളരെ സന്തോഷിച്ചു, ആശാവഹമായിട്ടാണ് ഇത് കേട്ടു തുടങ്ങിയത്. കാരണം ഒരു പൊതുവായ ഒരു സമീപനം അവരുടെ സംസാരത്തിലുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇടതുപക്ഷത്ത് നിൽക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമീപനം മാത്രമാണ് നടത്തിയത് എന്നുള്ളത് അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരി എന്നുള്ള നിലയിലാണ് പറയുന്നത്. സമൂഹത്തിൻ്റെ പൊതുവായ ഇടത്താണ്. ഇപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഞാൻ CPMൻ്റെ മെമ്പറാണ്. എനിക്കിവിടെ വന്നിട്ട് CPMൻ്റെ മെമ്പറാണെന്നുള്ള നിലയിൽ വന്നിരുന്ന കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ അകത്ത് കാലതാമസം ഉണ്ടാവുന്നുണ്ട് സർക്കാരിനെന്നുള്ളത് ഏറ്റവും വലിയ തെറ്റായി തന്നെ ഞാനിവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ സാംസ്കാരിക ചരിത്രത്തിൽ ഇതുപോലൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്നുള്ളതാണ് ഇപ്പം നമുക്കെല്ലാം ഇതുമായി സംസാരിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇത്ര ഇച്ഛാശക്തിയോടുകൂടി ഇത്ര കെട്ടുറപ്പുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായത് WCCയെ പോലെയുള്ള ഞാൻ WCCയുടെ അംഗമല്ല നിലവിൽ, പക്ഷേ WCCയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇപ്പോൾ ഇതുവരെ കാണിച്ചിരിക്കുന്ന ഇച്ഛാശക്തിയോടും, പ്രത്യേകിച്ച് ആശാജിയൊക്കെ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ കോർഡിനേറ്ററാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ബന്ധങ്ങളുള്ള എനിക്ക് അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൻ്റെ നിലവാരം നന്നായിട്ട് അറിയാം. എന്താണ് അവരുടെയൊക്കെ കാഴ്ചപ്പാടെന്നറിയാം, സാമൂഹ്യ പ്രതിബദ്ധത എന്നറിയാം. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും ഏറ്റവും മനസ്സോട് കൂടി തന്നെ ഐക്യദാർഢ്യത്തിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഞാൻ, മെമ്പർ അല്ലെങ്കിൽ പോലും. പക്ഷെ ആ വരുന്ന ഒരു ഇന്നലെ പാർവതിയുടെ പ്രതികരണം എത്ര ഉത്തരവാദിത്തപ്പെട്ട പ്രതികരണമായിരുന്നു, എത്ര പൊതു സ്വഭാവമുള്ള പ്രതികരണമായിരുന്നു. അപ്പോൾ ഇത്തരം സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ ആശയ ചേരികളെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുജനങ്ങളെ സ്വാധീനിക്കുന്ന സാംസ്കാരിക മോൾഡിംഗ് നടക്കുന്ന അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കാണണം. അങ്ങനെ കാണാനുള്ള ഒരു സ്പേസ് സർക്കാർ ഉണ്ടാക്കി എന്നുള്ളത് വലിയ കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളത് രാജ്യത്ത് തന്നെ ആദ്യമാണ് എന്നുള്ള കാര്യം ഇടത് സർക്കാർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ശരിയാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലേക്ക് നയിച്ചത് WCC ആണെങ്കിൽ കൂടി. പക്ഷേ ആ റിപ്പോർട്ട് തയ്യാറായതിനു ശേഷം 4.5 വർഷം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണല്ലോ ഗായത്രി. 4.5 വർഷം എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ. റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഗായത്രി. ഗായത്രിയും കണ്ടതാണ് എത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. പുറത്തു വരാതിരിക്കാൻ അവസാനം തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഗായത്രി. പിന്നെ എന്തിനാണ് ഇതിൽ ഇത്ര മേനി പറയേണ്ട കാര്യം? റിപ്പോർട്ട് വരാൻ ഡിലേ ഉണ്ടായി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് വരാൻ ഡിലേ ഉണ്ടായപ്പോൾ ഇന്ന് മുതൽ നാളത്തെ ദിവസം കോഴിക്കോട് തൊഴിലിടത്തെ സ്ത്രീയെക്കുറിച്ച് വനിതാ കമ്മീഷൻ്റെ സംസ്ഥാനതല സെമിനാറുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ്. ഈ സർക്കാരിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു പൊതുചിത്രം എല്ലാവരെയും കേൾക്കുക എന്നുള്ളതാണ്. ഇതുവരെ ഇപ്പോൾ നവകേരള സദസ്സൊക്കെ എത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടായാലും പൊതുജനത്തെ കേൾക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഇടത്തും ഓരോ
ഓരോരുത്തരെയും കേട്ടി. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന CPM-ന്റെ ഒരു സംഘടന തത്വം. എല്ലാവർക്കും ഒരു ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്ന തത്വമുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ അംഗങ്ങളെ കേട്ടുകൊണ്ട് ഇതിനകത്തുള്ള പ്രതികരണത്തിലുണ്ട്. അതിൽ തെറ്റില്ല. അതേപോലെ ദീപ്തിക്കും ആ തരത്തിൽ രാഷ്ട്രീയമായ പ്രതികരണമുണ്ട്. ദീപ്തി മറുപടി പറഞ്ഞോളൂ. അല്ല, ഞാൻ അതിന്റെ ബാക്കി പറയട്ടെ സ്മൃതി, നമ്മൾ പറയുന്ന ദീപ്തി ഒരു മിനിറ്റ് ഒന്ന് പൂർത്തിയായിക്കോട്ടെ. ഗായത്രി വേഗം, സമയക്കുറവുള്ളതുകൊണ്ടാണ്. ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ രംഗത്ത് സ്വാധീനമുള്ളവർ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ സിനിമ രംഗത്തുള്ളവർ ലക്ഷക്കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്ന രംഗമാണ്. പ്രൊഡക്ഷൻ ബോയ് മുതൽ ചായ ഉണ്ടാക്കുന്നവർ മുതൽ കോസ്റ്റ്യൂമർ മുതൽ പണിയെടുക്കുന്ന ഒരു മേഖലയിൽ അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടുള്ളൊരു സമഗ്രത സിനിമയ്ക്ക് വരണം. നേരത്തെ പറഞ്ഞു, സാറ് സൂചിപ്പിച്ചു, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇരിക്കാൻ കസേരയില്ലെന്ന്. അവരെ വരെ നമ്മൾ കേൾക്കണം. അവർക്ക് എത്ര പേർക്ക് മുഖ്യമന്ത്രിയോടോ മന്ത്രിസഭയോടോ സർക്കാർ തലത്തിലേക്കോ സംവേദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം WCC തന്നെ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ ചേംബറിലൊന്ന് സംസാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായത്. അതിലൊന്നും സംശയമില്ല ഗായത്രി. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ കോൺക്ലേവ് എന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പറയുകയാണ് അങ്ങനെയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങൾ കൂടി ചർച്ച ചെയ്യുമായിരിക്കും. നമ്മളിപ്പോൾ ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമാ മേഖലയുടെ സമഗ്ര വികസനമാണ്. അങ്ങനെ പറയുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയ ഒരു കോൺക്ലേവ് എങ്ങനെയാണ് വരിക? അങ്ങനെയല്ലല്ലോ. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന്മേലാണ് ചർച്ച വേണ്ടത്, അതിന്മേലാണ് തീരുമാനം വേണ്ടത്, അതിന്മേലാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള നിലപാട് അറിയേണ്ടത്.